നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിൽ നിൽക്കുകയാണ്. വ്യാഴം 18/10/2025 വൈകിട്ട് 7:48 കർക്കിടകം രാശിയിലേക്ക് എത്തുകയാണ്. കർക്കിടകം രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. തിരികെ 5/12/2025 വ്യാഴം മിഥുനം രാശിയിലേക്ക് എത്തുന്നതാണ്. ഫലത്തിൽ വ്യാഴം ഉച്ചരാശിയിലേക്ക് പോകുമ്പോൾ ദോഷഫലങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ആശ്വാസം ഉണ്ടാകും. വ്യാഴം ആർക്കും ഉച്ചത്തിൽ ദോഷം ചെയ്യില്ല എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഫലവും ചെയ്യും. അതായത് മിഥുനം രാശിയിൽ നിൽക്കുമ്പോൾ ആർക്കൊക്കെയാണോ ഗുണം ലഭിക്കുക അതെല്ലാം തുടർന്ന് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ നിന്നാൽ മറ്റ് ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം നമുക്ക് പ്രത്യാശയോടുകൂടി കാണാം. 18/10/2025 മുതൽ 5/12/2025 വരെ വ്യാഴം എല്ലാവർക്കും ഗുണഫലങ്ങൾ നൽകുകയാണ്. നമുക്ക് വ്യാഴം ആർക്കൊക്കെ ഗുണഫലങ്ങൾ നൽകും എന്നുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. വ്യാഴം ഉച്ചത്തിലേക്ക് അതിന്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കും. നമുക്ക് കൂടുതലായിട്ട് ആ ലഭിക്കുന്ന രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ 3ാമത്തെ രാശിയിലാണ്, 4ലേക്കാണ് എത്തുന്നത്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് വീട്, വാഹനം എന്നിവ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വ്യാഴം ഉച്ചത്തിലേക്ക് പോകുന്നത് വഴി സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. പ്രമോഷൻ, അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ എന്നിവയ്ക്കൊക്കെ സാഹചര്യമുണ്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും വ്യാഴക്കൂറുകാരെ തേടിയെത്തും. പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിലൂടെ മേടക്കൂറുകാർക്ക് ലഭിക്കുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2ാം ഭാവത്തിലാണ്. ഇനി കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് 3ാം രാശിയിലേക്ക് എത്തുകയാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സഹായികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അവർക്കും ഉയർച്ച ഉണ്ടാകുന്നതാണ്. കൂടാതെ ഭാഗ്യത്തിന് വർധനമുണ്ടാകുന്നതാണ്. പിതാവിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറുകാരായിട്ടുള്ള യുവാക്കൾക്ക് വിവാഹം മുടങ്ങിക്കിടന്നിരുന്നുവെങ്കിൽ അതൊക്കെ മാറി വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരുന്നതാണ്. പൊതുവെ ഇടവക്കൂറുകാരായിട്ടുള്ള വ്യക്തികൾക്ക് ദാമ്പത്യപരമായിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിന്റെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിൽ നിന്ന് 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ആശ്വാസകരമാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുങ്ങിയ സമയമാണ് എങ്കിൽ പോലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആരോഗ്യത്തിനൊക്കെ മെച്ചമുണ്ടാകുന്നതാണ്. രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. അതേപോലെ തന്നെ തൊഴിലിൽ മിഥുനക്കൂറുകാർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും അനുകൂല സ്ഥലം മാറ്റങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും അനുകൂല കാലമാണ്. ഇനി നമുക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം കർക്കിടക്കൂറുകാർക്കുള്ള ഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാർക്ക് മിഥുനത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് 12ാം ഭാവത്തിലാണ്. ഇപ്പോൾ ജന്മരാശിയിലേക്ക് വരുമ്പോൾ നല്ല ആശ്വാസകരമാണ്. സാമ്പത്തികമായി അനാവശ്യമായിട്ടുണ്ടായിരുന്ന ചെലവുകൾക്കൊക്കെ ഒരു ശമനം വരുന്നതാണ്. അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് മികച്ച വിജയവും സന്താനങ്ങൾക്ക് തൊഴിലും അവരിൽ നിന്ന് നല്ല സന്തോഷാനുഭവങ്ങളും ഒക്കെ കർക്കിടക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ കർക്കിടക്കൂറുകാർക്ക് മനഃശാന്തിയും പഠന കാര്യത്തിൽ പുരോഗതിയും ഒക്കെ ലഭിക്കുന്നതാണ്. കർക്കിടക്കൂറുകാരുടെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അതൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് മികച്ച ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിത ഭാഗ്യലാഭം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ധനലാഭത്തിനും സാഹചര്യമുണ്ട്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ
വ്യാഴമാറ്റ ഫലം ഒന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് 11ാം രാശിയിലാണ്. 11ലെ വ്യാഴം വളരെ ഗുണപരമായിട്ടാണ്. 11ലെ വ്യാഴം നിൽക്കുന്നതിന്റെ ഫലം തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തുടർന്നും അനുഭവത്തിൽ വരും. 12ലേക്ക് വ്യാഴം വരുമ്പോൾ പോലും അതിന്റെ ദോഷഫലങ്ങൾ ചിങ്ങക്കൂറുകാരെ ബാധിക്കുകയില്ല എന്ന് തന്നെ പറയണം. വ്യാഴം ഉച്ചരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൂടാതെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ പൊതുവെ അനുഭവത്തിൽ വരുന്നതാണ്. വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ രാശിമാറ്റം അവരുടെ രോഗശമനത്തിന് സാഹചര്യം ഉണ്ടാക്കും. അതേപോലെ തന്നെ വിദേശത്തുമൊക്കെ തൊഴിൽ ചെയ്യുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിപരീത രാജയോഗം ഉണ്ടാകുന്ന സമയം കൂടിയാണ് എന്ന് പറയണം. ഒരേപോലെ തന്നെ 11ലെ വ്യാഴത്തിന്റെയും വിപരീത രാജയോഗത്തിന്റെയും ഫലങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്ന സാഹചര്യമുണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11ലേക്കാണ് വരുന്നത്. ലാഭസ്ഥാനമാണ് 11. ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് ഒട്ടൊന്ന് ആശ്വാസത്തിന് വകം നൽകുന്നതാണ്. അതേപോലെ തന്നെ സഹായികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നും മികച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂല സ്നേഹാദരവ് ലഭിക്കുന്നതാണ്. കന്നിക്കൂറുകാർക്ക് സന്താനങ്ങൾ മൂലം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും ഒക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. അവരിൽ നിന്നും സ്നേഹാദരങ്ങളും ലഭിക്കുന്നതാണ്. വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുകൂല സമയമാണ്. വിവാഹാലോചനകൾ അനുകൂലമായി സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 10ാം രാശിയിലേക്കാണ് എത്തുന്നത്. തൊഴിൽ തടസ്സത്തിനുള്ള സാഹചര്യമുണ്ട്. എന്നിരുന്നാലും വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിന്റെ ഫലങ്ങൾ തന്നെ തരുന്നതാണ്. ഭാഗ്യത്തിന് വർധനവുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ധനലാഭത്തിനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കും അനുകൂല സമയമാണ്. ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് അത് ഇല്ലാതാകാനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്ത് വന്നു ചേരും. കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. കടബാധ്യത ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിലായിരുന്നു. മറന്നു നിൽക്കുന്ന വ്യാഴത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം എത്തുകയാണ്. ഈ വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലെ സ്ഥിതി വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മികച്ച അനുഭവങ്ങൾ നൽകുന്നതാണ്. ശാരീരികമായി ഉന്മേഷവും നല്ല അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. കൂടാതെ ഭാഗ്യത്തിന് വർധനവുണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും ഭാഗ്യത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ, സഹായികൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നും മികച്ച അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ മനസ്സിന് സന്തോഷവും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും ഒക്കെ ലഭിക്കുന്നതാണ്. സന്താനപ്രാപ്തി ആഗ്രഹിച്ചിരിക്കുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ലബ്ധിയും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് 7ാമത്തെ രാശിയിൽ നിന്ന് 8ലേക്കാണ് വ്യാഴം വരുന്നത്. ഉച്ചത്തിലായതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്കും രാശ്യാധിപൻ എന്നുള്ള നിലയിലും മികച്ച അനുഭവങ്ങൾ തരുന്നതാണ്. നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിത നേട്ടവും ഉണ്ടാകുന്നതാണ്. ശാരീരികമായി പൊതുവെ ഒരു സംരക്ഷണം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. വീട്, വാഹനം എന്നിവ വാങ്ങാനും തുടങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 6ൽ നിന്ന് 7ലേക്ക് വ്യാഴം എത്തുമ്പോൾ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാലോചനകൾ, നല്ല ആലോചനകളൊക്കെ വരാനും അത് വിവാഹത്തിലെത്താനും സാഹചര്യമുണ്ട്. കൂടാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കൾ, സഹായികൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നും മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ശാരീരികമായി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത്
ഔട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6ാം രാശിയിലേക്കാണ് എത്തുന്നത്. 5ൽ നിന്ന് 6ലേക്ക് എത്തുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ധനലാഭത്തിനും സാഹചര്യമുണ്ട്. ധനപരമായിട്ടുള്ള കാര്യത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. പൊതുവെ ശാരീരികമായും ഒരു സംരക്ഷണവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4ാം രാശിയിൽ നിന്നും 5ലേക്കാണ് എത്തുന്നത്. സന്താനങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇത് ആശ്വാസത്തിന്റെ സമയമാണ്. ഭാഗ്യത്തിന് വർധനവ് ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. 12 രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെ ഫലങ്ങളാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.